ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനിവിടെ സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു. ഞാൻ സ്നേഹയാണ്. കുറച്ച് നാളായില്ലേ എൻ്റെ ഒരു വീഡിയോ വന്നിട്ട്. ഞാൻ കുറച്ച് തിരക്കിലായി പോയിട്ടോ, അതാ വൈകിപ്പോയത്. അപ്പോൾ അതേപോലെ ഇന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സർപ്രൈസ് വരുന്നുണ്ട് ഇനിയുള്ളൊരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ വീഡിയോസൊക്കെ കാണുകയും ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ കാണാമല്ലോ. ചേച്ചിയുടെ ഗാർഡനിലെ ചുവന്ന റോസാപ്പൂക്കൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻസിലൂടെയൊക്കെ അറിയാൻ പറ്റി. ഇത് ഞങ്ങളുടെ ഗാർഡനൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഫ്ലാറ്റ് ഇരിക്കുന്ന ആ ഒരു കോമ്പൗണ്ടിലുള്ള കുറച്ച് റോസാപ്പൂക്കളാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പൂക്കൾ. ഇത് നോക്കി നടത്തുന്നത് ഞാനൊന്നും അല്ല കേട്ടോ, അതിനൊക്കെ ചുമതലയുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അവരാണ് ഇത് നോക്കി വളർത്തുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യം, ഇവിടെ എവിടെ ചെടി നട്ടാലും എന്ത് പൂച്ചെടിയാണെങ്കിലും അതിങ്ങനെ ആർത്തൊലഞ്ഞ് അല്ലെങ്കിൽ ചെടി കാണാൻ പാടില്ലാത്ത രീതിയിൽ പൂക്കളുണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം. പിന്നെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ലഞ്ച് കോംബോ എന്ന് പറയുന്നത് നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പിൽ നമ്മുടെ കുടംപുളിയും അതേപോലെ തന്നെ കല്ലുപ്പും കറിവേപ്പിലയും ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ്, അതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കുടംപുളി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇത് ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ബീട്രൂട്ട്, ക്യാരറ്റ്, അതേപോലെ തന്നെ 2 പച്ചമുളക്, സവാള നീളത്തിലരിഞ്ഞത്, നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഇത്രയും കഷ്ണങ്ങളാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു എമ്മി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 1 പോട്ട് കറിയാണ് നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് കറി. പച്ചക്കറികൾക്ക് നിരപ്പിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം അല്പം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതൊരു ചാറുകറി പരുവത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി. അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ ആവശ്യത്തിന് നമുക്ക് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇന്ന് മീൻകറി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക്, ഉലുവ, നമ്മുടെ വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും. നമ്മളിതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, എങ്കിലും പച്ചമുളക് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മുളകിട്ട മീൻകറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരും. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആയതുകൊണ്ട് അത് കരിഞ്ഞു പോവാതെ, ഒരുപാട് മൂത്ത് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിനൊരു കയ്പ്പ് ചുവ വരും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഞാൻ ഫിഷ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതൊരു 2.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് നന്നായിട്ടതങ്ങ് വഴറ്റിയെടുക്കാം. ഈ ഒരു മീൻ കറിയുടെ റെസിപ്പി നമ്മൾ പല പ്രാവശ്യവും കാണിച്ചിട്ടുണ്ട്. ഓരോ തവണയും ഉണ്ടാക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മാറ്റം അതിൻ്റെ അകത്ത് വരുത്തുന്നതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തന്നത്. അപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത ശേഷം നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ചൂടുവെള്ളം ഒന്ന് ആ പൊടികളുമായിട്ടൊക്കെ യോജിച്ചൊന്ന് വറ്റി വന്ന ശേഷമാണ് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത ചൂടുവെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുടംപുളിയും അതേപോലെ തന്നെ ഉപ്പും കറിവേപ്പിലയൊക്കെ കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് കുറച്ച് വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. പിന്നീട് അതിൽ നിന്ന് ബാക്കിയുള്ള വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുടംപുളി വെള്ളത്തിലിടാൻ നേരത്തെ ഇതേപോലെ ഉപ്പും കറിവേപ്പിലയൊക്കെ ചേർത്ത് ആ ഒരു വെള്ളത്തിലാണ് സോക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ആ ഒരു വെള്ളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ വെള്ളം തന്നെയാണല്ലോ നമ്മളിവിടെ തിളപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ പുളി ഓൾറെഡി സോക്ക് ചെയ്ത വെള്ളം ആയതുകൊണ്ട് ആ വെള്ളത്തിന് നല്ല പുളി കാണും. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ കുടംപുളി ഇട്ടിട്ടുള്ള മീൻകറി പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിക്കാനാണ് ടേസ്റ്റ് എന്ന് പറയും, കാരണം പുളിയൊക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുടംപുളി നല്ല ചൂടുവെള്ളത്തിൽ തിളപ്പിക്കുക, അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്തിടുകയാണെങ്കിൽ കുറച്ചൊക്കെ ആ പുളി ആ വെള്ളത്തിലേക്ക് പിടിച്ചിട്ട് നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ കറിക്ക് അത്യാവശ്യം പുളി ഉണ്ടാവും. അപ്പോൾ ഞാൻ മൂടി വെച്ച് നമ്മുടെ ഈ ചാറ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ചാറ് നന്നായി തിളച്ച ശേഷമാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്രാഗ്, നമ്മുടെ ഇവിടെ കിട്ടുന്ന സ്പാഡ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്.
നല്ല കുറുകിയ ചാറോട് കൂടിയാണ് മീൻകറി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ കഷ്ണങ്ങൾക്ക് നിരപ്പിന് മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഒഴിച്ചാൽ വെള്ളം കുറച്ച് കൂടുതലാണ്, കാരണം ഞാൻ എത്രമാത്രം മീനുണ്ടെന്ന് നോക്കാതെയാണ് ആദ്യമേ കുടംപുളി വെള്ളത്തിലിട്ടത്. കുറച്ചുകൂടെ വെള്ളം കുറച്ചാണ് ഒഴിച്ചിരുന്നെങ്കിൽ മീൻകറി കുറച്ചുകൂടെ നല്ല തിക്ക് ഗ്രേവിയിൽ കിട്ടിയിരുന്നേനെ. അപ്പോൾ അടച്ചു വെച്ച് നന്നായിട്ട് മീനൊക്കെ തിളച്ച് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി. അത് അവിടെ ഇരുന്ന് കുറച്ചുകൂടെ ഒന്ന് തിളച്ച് കുറുകട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ നമ്മുടെ ബീട്രൂട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മസാലക്കൂട്ട് തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയൊന്ന് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് പൊടി ചൂടാക്കി എടുക്കുന്നുണ്ട്. പൊടി ഇങ്ങനെ ചൂടാക്കിയ ശേഷം കറികളിൽ, ഇപ്പോൾ നമ്മൾ മീൻകറി, ഇറച്ചിക്കറി അല്ലെങ്കിൽ എന്ത് കറി വെക്കുമ്പോഴും ഇങ്ങനെ ഒന്ന് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുമ്പോൾ നമ്മുടെ കറികൾക്ക് വേറെ തന്നെ ഒരു പ്രത്യേക രുചി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പൊടികൾ ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിലിട്ടേ ചൂടാക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പൊടി പെട്ടെന്നങ്ങ് കത്തിപ്പോവാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ പൊടി നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത് മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചൂടാക്കിയ നമ്മുടെ പൊടികളും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാലയും ഇത്രയായിരുന്നു നമ്മൾ ചൂടാക്കിയത്. അപ്പോൾ ആ പൊടി തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പൊടി ചൂടാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഡയറക്റ്റ് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, പക്ഷേ പൊടി ചൂടാക്കിയിട്ടിടുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം നമ്മുടെ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറികളൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രമാത്രം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഈ ഒരു കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെമി ഗ്രേവി പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് ചാറുണ്ട്, പക്ഷെ അത് ഇരിക്കുന്തോറും ഇങ്ങനെ കുറുകി വരുന്ന ടൈപ്പ് കറിയാണ്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നല്ലൊരു സെമി ഗ്രേവി ടൈപ്പിൽ കിട്ടാൻ പാകത്തിനാണ് കേട്ടോ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ പെരിഞ്ജീരകം അതേപോലെ തന്നെ ചൂടാക്കിയ പൊടിയും തേങ്ങയും കൂടി മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചതാണ്. അപ്പോൾ ആ അരച്ച തേങ്ങ നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി തേങ്ങ കൂടെ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ഇപ്പോൾ കണ്ടോ കുറച്ചുകൂടെ നമ്മുടെ കറി കുറച്ചുകൂടെ ഒരു തിക്കായില്ലേ. ഞാനിതിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ ചാറുകറി പരുവത്തിൽ കിട്ടാനായിട്ട്. ഇതിങ്ങനെ തിളച്ച് കുറുകി പിന്നെ അത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും അത് നമ്മുടെ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിക്കാതിരുന്നാൽ മതി കേട്ടോ. പക്ഷേ ഇത് കുറച്ചുകൂടെ ഇരിക്കുന്തോറും തിക്ക് ഗ്രേവി ആകുന്ന കറിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയിക്കോട്ടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആയിക്കോട്ടെ നല്ല കിട്ടു കോമ്പിനേഷനാണ്. മാത്രമല്ല നമ്മൾ ബീട്രൂട്ട് കൊണ്ട് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുക പച്ചടിയോ കിച്ചടിയോ അല്ലെങ്കിൽ തോരനോ മെഴുക്കുവരട്ടിയൊക്കെ ആയിരിക്കില്ലേ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു ബീട്രൂട്ട് കറി, ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതാ ഈ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ മീൻകറി റെഡിയായി ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി കേട്ടോ. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കറി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കറിയും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ കറികളെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എന്താ പറയുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കറികളാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളുമാണ്. അപ്പോൾ 2 കൂട്ടം കറി റെഡിയായി. ഇനി ഒരു മൂന്നാമതൊരു കൂട്ടം കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്തങ്ങ കൊണ്ടൊരു മെഴുക്കുവരട്ടിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാനടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മൂടി വെച്ചത്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്ന ശേഷം നമുക്കതിൻ്റെ അകത്തേക്ക് സവാള അതേപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ മാക്സിമം മതി കേട്ടോ. അരിയുന്നത് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് നമുക്ക് അരിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട പച്ചക്കറികളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് കോംബോയാണ് ഇന്നത്തെ. അപ്പോൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തത്. സവാളയാണെന്ന് കരുതിയും കുഴപ്പമൊന്നുമില്ല. 2 പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ കുറച്ച് മാത്രം മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. പിന്നീട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എനിക്ക് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മീറ്റ് മസാല ചേർക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ.
അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മത്തങ്ങ കഷ്ണങ്ങൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ അതിന് കുറച്ചൊരു മധുരം ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു മെഴുക്കുവരട്ടിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മധുരത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ ചതച്ച മുളകൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള മത്തങ്ങ മെഴുക്കുവരട്ടി കിട്ടും കേട്ടോ. ഞാനിവിടെ അത്ര സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. 2 ചെറിയ പച്ചമുളക് മാത്രമാണ് നമ്മൾ അല്ലാതെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല എരിവോട് കൂടിയിട്ടാണ് ഈ ഒരു മെഴുക്കുവരട്ടി വേണമെങ്കിൽ ചതച്ച മുളകും അതേപോലെ തന്നെ മുളക് പൊടിയുടെ അളവും അല്പം കൂട്ടിയാൽ മതി കേട്ടോ. അപ്പം മത്തങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഞാൻ അല്പം ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് വെന്ത് വരുന്നവരെ അതൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ്. മത്തങ്ങയ്ക്ക് അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് മാക്സിമം ഒരു 10 മിനിറ്റ് കേട്ടോ, അതിനുള്ളിൽ തന്നെ നമുക്ക് മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് സെറ്റായി കിട്ടും. നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മത്തങ്ങ. ഇനി നിങ്ങൾക്ക് നല്ല ഓരോന്നും വിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇളക്കാതിരുന്നാൽ മതി. ഞാൻ അത്യാവശ്യം ഇളക്കിയത് കൊണ്ടാണ് കുറച്ചൊന്ന് ഉടഞ്ഞ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മത്തങ്ങ മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ നല്ല കോട്ടയം സ്റ്റൈൽ മുളകിട്ട മീൻകറിയും അതേപോലെ തന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് കറിയും പിന്നെ നമ്മുടെ മത്തങ്ങ മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടി ഒരു കിട്ടു നാടൻ ലഞ്ചാണ്. അപ്പോൾ മീൻകറി ഒഴികെ ബാക്കി കറികളൊന്നും നമ്മുടെ ചാനലിലൂടെ അങ്ങനെ കാണിക്കാത്ത വിഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു കിടു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളും സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ തന്നെ ഉണ്ടാക്കുന്നതല്ലേ. അതേപോലെ തന്നെ കുറച്ച് തിരക്കുകളായി പോയതുകൊണ്ടാണ് ഇടയിലൊന്നും വീഡിയോസ് 1-2 ദിവസത്തെ വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ടെന്ന് അറിയാം. ഇനി മുതൽ അങ്ങോട്ട് മാക്സിമം റെഗുലറായിട്ട് തന്നെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സർപ്രൈസിനെ കുറിച്ച് മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ കേട്ടോ, എങ്കിലേ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ആ ഒരു സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കറിയാമല്ലോ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം കേട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.